നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. മഴക്കാലമായാൽ കൊണ്ടോട്ടി നഗരം നേരിടുന്ന വെള്ളക്കെട്ടും റോഡിന്റെ തകർച്ചയും ഗതാഗതക്കുരുക്കും പരിഹരിക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്നും ശാശ്വത പരിഹാരം വേണമെന്നും യോഗത്തിൽ ഒരേ സ്വരം. ജനങ്ങളെ ബുദ്ധിമുട്ടുമോ? എത്ര ആളുകളുടെ ഫോണാണെന്നറിയോ? മെഡിക്കൽ കോളേജില് സമയത്ത് എത്താത്തതിന്റെ പേരില് മരണപ്പെട്ട വ്യക്തികൾ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഉത്തരവാദിത്വമില്ലേ? നമുക്ക് ഈ ചുവപ്പ് നാടയിൽ നിന്ന് കിടന്നുകൊണ്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ജോലിയാണെന്ന് ഇതാ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വന്നിട്ട് ഒരു അധ്യാപകൻ ഒരാളെന്നോട് പറഞ്ഞാണ്, ഈ പാണ്ടിക്കാട് റോഡ് ജംഗ്ഷൻ മുതൽ 17 വരെയുള്ള സ്ഥലങ്ങളിലെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ വേണ്ടത് ചെയ്യാം, പക്ഷെ നിങ്ങൾ അംഗീകാരം വാങ്ങിത്തരുമെന്ന് ചോദിച്ചത്. അതിന് പൈസ ഞാൻ ചെലവാക്കിക്കോളാം, നിങ്ങൾ അതിനുള്ള സംവിധാനം ചെയ്തവരോ ചോദിച്ച വ്യക്തിയുണ്ട്. അപ്പോ ഒറ്റേറെ സുമനസ്സുകളുടെ സഹകരണത്തിലൂടെ ഇപ്പൊ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ പറഞ്ഞു, ഒരു പ്രാവശ്യം മണൽ ചാക്കിട്ടു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടാണ് അവര് ഒരു പ്രാവശ്യം അവിടെ വളരെ ചെറിയ മെറ്റലിട്ടത്. എല്ലാ ദിവസവും 1-2 ലോഡ് ഒന്നുകിൽ കോറി വേസ്റ്റ് അല്ലെങ്കിൽ മെറ്റല് ഇട്ടുകൊണ്ടാണ് ഇത്ര ദിവസം കഴിഞ്ഞു പോയത്. ഇത് വന്ന് രാവിലെ ഇട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുഴിയായി. പിറ്റേന്ന് രാവിലെ വരുമ്പോ ഇത് മുഴുവനായിട്ടും പോയിട്ടുണ്ടാവും. കാരണം രാത്രികളിലാണ് ഹെവി ലോഡുകള്, ട്രെയിലർ എന്നൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സാധനം കാണില്ല. വളരെ സുമനസ്സുകളായ ആളുകളെ നമ്മളോട് ബന്ധം വെച്ച്, പോലീസിന്റെ ബന്ധം വെച്ച് നമ്മൾ വിളിക്കുമ്പോൾ അവരപ്പ സംവിധാനം ചെയ്തു തരും. അടുത്ത കാലത്ത് മതിയില്ല. ആ ഡ്രെയിനേജ് പഴയ ഡ്രെയിനേജ് ഇവരെ ഷോപ്പിന്റെ മുന്നിൽ കൂടെ അല്ലേ, ആ ഡ്രെയിനേജ് വെള്ളം പാക്കറ്റ് ഇറങ്ങി അവിടുന്ന് വെള്ളം പിന്നെ അങ്ങോട്ട് പോകാതെ മുകളിൽ പൊന്തുക. ഈ വെള്ളം പൊന്തുക, ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് അത് ക്രോസ് ചെയ്യാണ് ഇവിടേക്ക് നേരെ. ഇപ്പൊ നമ്മുടെ റോഡിന് മേലെ ക്രോസ് ഇപ്പോൾ കാണാം. ഇന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ നേരെ തെളിഞ്ഞ വെള്ളം പോയിട്ട് പിന്നെയും മറ്റേ ഓവത്തിന് ചാടും. പക്ഷെ ഓവാലാണ് ആളുടെ ഓവാലാണ്. ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ മുമ്പിൽ അങ്ങോട്ടുള്ള അയാളെ ഓവാലാണ്. ഇപ്പോഴും പാലിന്റെ വെള്ളം പോകുന്നുണ്ട്. ഇപ്പൊ ഈ വരുന്ന വെള്ളമൊക്കെ ഒരു മണിക്കൂറോട് പോകണം. ഇത് തന്നെയാണ് പിന്നെ ഇവിടുന്ന് 17 ഫുള്ള് വെള്ളം ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത് ആ പാലിനോട് കൂടെ തന്നെയാണ്. പക്ഷെ അപ്പുറത്തെ അവിടെ ബന്ധപ്പെട്ട കക്ഷികൾ അടച്ചിരുന്നു, പക്ഷെ പോകുന്നുണ്ട്. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ബന്ധപ്പെട്ട മോഹത്തുള്ള ടീം സൽമാൻ ഓലാക്കാലത്ത് കെട്ടിപ്പോയതാ. പക്ഷെ അത് റിക്കാർഡിലാണ്. അതൊരു പരിഹാരം ഉണ്ടാക്കി അവിടെ തീരും. ഈ 2 വിഷയമാണ് പ്രധാനമായിട്ട് ചെന്ന് നിങ്ങളിപ്പോ റോഡ് കുഴിയടക്കൽ, ഈ വെള്ളം പോകാതെ ഒരു കുഴിയടത്തൊരു കാര്യമില്ല. ഇതിന് പരിഹാരമില്ലാതെ ഒരു രക്ഷയില്ല. മറ്റൊന്ന് അപ്പൊ 2 ഓവാലും ഓട്ടോമാറ്റിക്കലി അടഞ്ഞാണ്. ചളി വന്നിട്ട് കൊല്ലങ്ങളായിട്ട് അടഞ്ഞു വരാം. 3ാമത്തെ ഓവാലും വില്ലേജ് ഓഫീസിന് മുമ്പിലാണ്. വ്യാപാരികള് മുനിസിപ്പാലിറ്റിയുടെ ഒപ്പം റോഡടക്കാൻ അനുമതി ഇല്ലാതെ കൂടിയിട്ട് അങ്ങോട്ട് അടച്ചിട്ടുണ്ട്. നേരത്തെ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ആ സ്ലാബ്, അതായത് ബഷീർ കുമാർ മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള സ്ലാബ് പൊക്കുക, നിർബന്ധമായിട്ട് പൊക്കയിലുള്ള വാര, എന്നിട്ട് ആ ബഷീർ കുമാറിൻ്റെ അവിടെയുള്ള ആ കൺവെർട്ട് തുറക്കുക, ഇപ്പുറത്ത് ഫെഡറൽ ബാങ്കിനോട് തുറക്കുക. അതിന് നമ്മളിപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് അതിന് എന്ത് എസ്റ്റിമേറ്റ് വരും? പിന്നെ ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ്. ചാക്കിട്ടാല് ചാക്കിന്റെ മുകളിൽ കൂടെ വണ്ടി കയറി എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാം. കൊണ്ടോട്ടി 17 റോഡിൽ വെള്ളക്കെട്ടും കുഴികളും രൂപപ്പെട്ടത് കാരണം ഉണ്ടായിട്ടുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് TV ഇബ്രാഹിം MLA വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മറ്റും അടിയന്തര യോഗമാണ് പരിഹാര നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത്. ആദ്യപടിയായി മുനിസിപ്പാലിറ്റിയുടെ ചെലവിൽ ഡ്രൈനേജിലെ സ്ലാബുകൾ ഇളക്കി അടഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ടെലിഫോൺ എക്സ്ചേഞ്ചിന് എതിർവശവും ഫെഡറൽ ബാങ്കിന് സമീപവും റോഡ് ക്രോസ് ചെയ്തു പോയിരുന്ന ഓട അടഞ്ഞു കിടന്നിരുന്നത് പുനഃസ്ഥാപിക്കുന്നതിനും തീരുമാനമായി. നാഷണൽ ഹൈവേ അതോറിറ്റി കുഴിയടയ്ക്കാൻ അനുവദിച്ച 10 ലക്ഷം രൂപ അപര്യാപ്തമാണെങ്കിലും ഈ തുക ഉപയോഗിച്ച് മഴയുടെ ശക്തി കുറഞ്ഞാൽ റോഡിലെ കുഴി അടയ്ക്കുന്നതിനും തീരുമാനിച്ചു. മണ്ണെടുത്തു കഴിഞ്ഞാലും വെള്ളം പോകണ്ടേ? ക്രോസിൽ പോകണമെങ്കിൽ ക്രോസ് കൺവേർട്ട് തന്നെ അത് അടഞ്ഞെടുക്കുന്നതും ക്ലിയർ ആക്കിയാൽ മാത്രമേ, പിന്നെ ഔട്ട്ലെറ്റ് ക്ലിയർ ആക്കിയാലേ വെള്ളം ഒഴിഞ്ഞു പോകും. വെള്ളം ഒഴിഞ്ഞു പോകാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മറ്റേ ഭാഗത്ത് വെള്ളം മുങ്ങി ആ പൊടിക്ക്. പിന്നെ സ്ലാബുകൾ നമ്മളിപ്പോൾ സ്ലാബെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ആ സ്ലാബ് എടുത്ത് മാറ്റുന്ന സമയത്ത് സ്ലാബിലൊന്നും ഒരു ഇതില്ല, അതൊക്കെ പൊട്ടിയിട്ടു. പിന്നെ നമ്മൾ സ്ലാബ് ആദ്യം നമ്മൾ സ്ലാബ് വാർത്ത് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ചെറിയ സ്ലാബുകളാണ് JCB ഉപയോഗിച്ച് അല്ലെങ്കിൽ മാറ്റുമ്പോഴേക്കും അതൊക്കെ പോകും. പിന്നെ കടക്കാരിപ്പോൾ നമ്മളോട് സ്ലാബിട്ട് കൊടുക്കണം, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്.
നഗരത്തിലെ ഗതാഗത പ്രശ്നം പലതവണ എയർ1 റിപ്പോർട്ട് ചെയ്തിരുന്നു. നിർദ്ദിഷ്ട കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് അനുമതിയായതോടെ നിലവിലെ റോഡിൽ അറ്റകുറ്റപ്പണിക്ക് പോലും ദേശീയപാത അതോറിറ്റി പണം അനുവദിക്കാത്തതും 5 വർഷം കൂടുമ്പോൾ ഉപരിതലം BMBC ചെയ്യേണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കാത്തതുമാണ് ദേശീയപാത ഉടനീളം കുഴികൾ രൂപപ്പെടാൻ കാരണമെന്ന് MLA ചൂണ്ടിക്കാട്ടി. താൽക്കാലികമായി കോറി വേസ്റ്റും മറ്റൊന്നും ഇട്ടാൽ പോലും അത് മുന്നോട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം എത്രയും പെട്ടെന്ന് ഡ്രെയിനേജിലെ വെള്ളം എല്ലാ സ്ഥലത്തും ഇവിടെ ഡ്രെയിനേജ് അടഞ്ഞു കിടക്കുകയാണ്. ഈ ഡ്രെയിനിലൂടെ വെള്ളം ഏറ്റവും നന്നായി പുറത്തേക്ക് ഒഴുകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് പ്രകാരം ഇന്ന് രാവിലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടി എല്ലാ ഡ്രെയിനേജ് അടഞ്ഞു കിടക്കുന്ന എല്ലാം തുറക്കുകയും ആ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാനാണ് ഇന്ന് തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഇന്ന് തന്നെ മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടു കൂടി ഈ സ്ലാബുകളൊക്കെ എടുത്തു മാറ്റി ഡ്രെയിനേജ് ഓപ്പൺ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് NHൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള 8.5 കോടി രൂപയുടെ ഒരു പ്രപ്പോസലുണ്ട്. അത് അപ്രൂവലായി കിട്ടേണ്ടതുണ്ട്. അതിനോട് ഉദ്യോഗസ്ഥ പ്രമുഖർ പ്രത്യേകിച്ച് NH വിഭാഗത്ത് NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ കുറച്ചുകൂടെ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ UIDF എന്ന് പറയുന്ന പ്രോജക്റ്റിനകത്തും ഇത് അനുകൂലമായിട്ടുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയുമ്പോഴേക്ക് കൊണ്ടോട്ടിയുടെ ഗതാഗത കുരുക്ക് അവസാനിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 23 ലക്ഷം രൂപയും അതിനു മുൻപ് 26 ലക്ഷം രൂപയും അറ്റകുറ്റപ്പണിക്ക് ചെലവഴിച്ചിരുന്നുവെങ്കിലും ഈ വർഷം മഴ തുടങ്ങിയതോടെ വീണ്ടും റോഡിൽ കുഴി രൂപപ്പെടാൻ തുടങ്ങി. ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ബൈപ്പാസിലെ മഴവെള്ളം 2 വലിയ കലുങ്കിലൂടെ വലിയ തോട്ടിലേക്ക് ഒഴുക്കുന്നതിനും പുതിയ ഓടകൾ നിർമ്മിക്കുന്നതിനും റോഡിന്റെ ഉപരിതലം നവീകരിക്കുന്നതിനും 8.3 കോടി രൂപയുടെ പ്രപ്പോസൽ ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പോൾ ആണ് ഇവിടെ ഡാമേജുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം വെള്ളം കിട്ടിയിട്ടുണ്ട്. വെള്ളം പറഞ്ഞു കഴിഞ്ഞു. ഡ്രെയിനേജ് കഴിച്ചു പല ഭാഗത്തുണ്ട്. പിന്നെ ഈ റോഡ് 2020 തന്നെ NHAIക്ക് കൈമാറിയതാണ്. കൈമാറിക്കാരെന്ന് വെച്ചാൽ ഗ്രീൻഫീൽഡ് പാലക്കാട് കൊടുക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. അത് NHAI ആണ് ഏറ്റവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഹൈവേക്ക് പ്രപ്പോസലുള്ളപ്പോൾ നിലവിലുള്ള ഹൈവേ NHAIക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NHAI നിലവിൽ സംസ്ഥാന വികസന NH വിഭാഗത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഫണ്ടൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ NHAI വരുന്ന മെയിൻ്റനൻസിനുള്ള ഫണ്ട് അത് ഉപയോഗിച്ച് മെയിൻ്റനൻസ് വർക്ക് ചെയ്യുക എന്ന് മാത്രമാണ് സ്റ്റേറ്റ് വികസന ഏജൻസി ചെയ്യാറുള്ളത്. അടിസ്ഥാന നഗര വികസനത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ പണം അനുവദിക്കാൻ നഗരസഭ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. അടിയന്തര പ്രവൃത്തികൾക്ക് എല്ലാ പിന്തുണയും വ്യാപാരികളും അറിയിച്ചു. അരീക്കോട് റോഡിൽ നിന്നും വലിയ ചരക്കുവാഹനങ്ങൾ പടിഞ്ഞാറോട്ട് പോകുന്നതിന് പകരം കുറുപ്പത്ത് വഴി ബൈപ്പാസിലേക്ക് തിരിച്ചുവിടുന്നതിനും ധാരണയായി. ചെയ്ത സമയത്ത് ഇത് പുനർ ഫിക്സ് ചെയ്യാൻ പോലുള്ള എമൗണ്ട് നമുക്കറിയാലോ, ഒരുപാട് എമൗണ്ട് വരികയും സ്ലാബും മറ്റും കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് രണ്ടും കൂടെ വ്യാപാരികളും അതുപോലെ നഗരസഭയും സഹകരിച്ചായിരുന്നു അത് പുനർനിർമ്മിച്ച് നല്ല രീതിയിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും ഈ ഓട ഓപ്പൺ ചെയ്താലും നമുക്കറിയാം മണ്ണ് കെട്ടി നിൽക്കുന്ന കുറേ കാലങ്ങളായിട്ട് ഇവിടെ MLA സൂചിപ്പിച്ചു. NHAIയുടെ കടമയാണ് ഓരോ മൺസൂൺ സീസൺ വരുന്നതിൻ്റെ മുന്നേ ഓടകൾ ക്ലീൻ ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഒരുക്കം നടത്തേണ്ടത് ശരിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ 17 സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ ഓട നിറഞ്ഞിട്ടുള്ള വെള്ളമാണ്. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിത ഷഹീർ, വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. മുഹ്യുദ്ദീൻ അലി, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഷാദി മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. എയർ1 കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി.